അരവിന്ദ് സാറ് ഒരു ഓണം മെസ്സേജ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ എനിക്ക് പറയാൻ സ്കോപ്പൊന്നുമില്ല. അല്ല ഞാൻ പറയും, ഇതിപ്പോ ടീച്ചർമാരെ പറ്റിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല. പബ്ലിക് സ്പീക്കിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക്, എന്തെങ്കിലും ഒരു പരിപാടിക്ക് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ട് മെസ്സേജ് തരും, അടുത്ത് ഇയാളെ മെസ്സേജ്. ഇപ്പൊ ഡോൺ ചെയ്യുന്ന പരിപാടി അത് എളുപ്പമുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് എനിക്കൊരു മെസ്സേജ് ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഈ ഒരു പരിപാടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്തു വരുന്നു. അപ്പൊ ജോൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ സുനിൽ ഭായ്, ഇവരെന്നാ വിളിക്കുന്നത് അങ്ങനെയാണ്, എന്നാരും അങ്ങനെ പ്രത്യേകിച്ച് സാറൊന്നും വിളിക്കാറില്ല, നിങ്ങളോ വിളിക്കും. അത് വിളിക്കുന്നത് സുനിൽ ഭായ്. വിളിച്ചത് 10 മിനിറ്റ് നാളെ മെസ്സേജ്. 10 മിനിറ്റ്, 2 മിനിറ്റിനുള്ളിൽ കാര്യം ചെയ്യും മെസ്സേജ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും നോക്കാൻ അത് 15 മിനിറ്റ്. അപ്പൊ മെസ്സേജ് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഞാനിത് കേട്ടപ്പോ തന്നെ ഞാനൊരു ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു, നാളെ ഒരു മെസ്സേജ് കൊടുക്കാം, ഓണമൊക്കെ. പ്രത്യേകിച്ച് ഞാനിപ്പോ മലയാളത്തിൽ എന്തെങ്കിലും എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു 10 കോമഡി ഷോ നടത്തി കാണിക്കാന്ന് പറഞ്ഞു ജോണിന്റെ അടുത്ത്. അപ്പൊ ഞാൻ ടീച്ചറുടെ അടുത്ത് സംസാരിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, ഞാൻ ഒരു മെസ്സേജ് തരാം, എന്റെ മനസ്സിലൊരു മെസ്സേജ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ടീച്ചർ വന്നാൽ അത് എഴുതി തരാം. ടീച്ചർ എഴുതിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഭാര്യ കൊടുക്കാം, അവിടെ എഴുതി തോന്നുന്നു. കാരണം ഞാൻ ഇത് മലയാളത്തിൽ എഴുതാൻ കാരണം എഴുതാൻ. അപ്പൊ ഇന്ന് രാവിലെ ഒരു 8:30 ടീച്ചർ വിളിച്ചത് റെഡി ആയിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഭാര്യ കൊടുത്തു, നീ എന്താണെന്ന് എഴുതി. അപ്പൊ അവള് ആദ്യം അത് കുറെ എഴുതിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എഴുതിട്ട് എന്തെങ്കിലും കൊണ്ടു. ഞാനത് വിളിച്ചു, ഇത് നിനക്ക് വായിക്കാൻ പോകുന്നു. അവൾക്ക് തന്നെ വായിക്കാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ എഴുതിയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മലയാളത്തിലൊന്നും എഴുതും. അപ്പൊ അവള് ഞാൻ ഇംഗ്ലീഷിലും മലയാളം എഴുതി തരാം. ഞാൻ പറഞ്ഞു, അത്രയും ആക്ഷേപിക്കുന്നുണ്ട്, ഞാൻ പേപ്പറൊക്കെ വായിക്കും, നീ മലയാളത്തിൽ നല്ല മലയാളത്തിൽ എഴുതി തരാം. അങ്ങനെ എഴുതി തന്നു. അപ്പൊ ആ ഒരു മെസ്സേജ്, കാരണം നമ്മൾ അതിനുള്ള മെസ്സേജ് എന്തായിരിക്കും എന്നുള്ളത് അത് എഴുതി കൊണ്ടുവന്നുണ്ട്. അപ്പൊ ആശ അല്ല, ഇതാണ് എന്റെ ഭാര്യ എനിക്ക് എഴുതി തന്നത്. അപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ വായിക്കും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സഹിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു ടീച്ചറിന്റെ മെസ്സേജ്, എന്റെ മെസ്സേജ് അല്ല കേട്ടോ. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോ ഇത് കൊള്ളാമെന്ന് തോന്നി. ഒരു ജനതയുടെ ഗൃഹാതുരത്വത്തിന്റെ ശുഭപ്രതീക്ഷകളുടെ ഉത്സവമായി പിന്നെയും ഒരു ഓണം ഇങ്ങെത്തി. രൂപവും ഭാവവും ഏറെ മാറിയെങ്കിലും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷം തന്നെയാണ് ഓണം. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഉണ്ടെങ്കിൽ അവിടേക്ക് പാഞ്ഞെത്താനുള്ള മാന്ത്രിക ശക്തിയുണ്ട് ഈ ഉത്സവകാലത്ത്. അഴിമതിയില്ലാത്ത ഭരണത്തിനു വേണ്ടി ഭാരതീയർക്ക് ഭക്ഷണം വരെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഈ കാലത്ത് കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാത്ത, കള്ളം പറയുക പോലും ചെയ്യാത്ത ഒരു നാടുണ്ടായിരുന്നു എന്നുള്ളത് വിചിത്രമായി തോന്നാം. ഏവരെയും ഒന്നായി കാണുന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതി നമ്മുടെ സ്വപ്നങ്ങളിൽ എങ്കിലും നിലനിൽക്കട്ടെ. സമത്വസുന്ദരമായ, നീതിനിഷ്ഠമായ, ഐശ്വര്യസമ്പൂർണമായ ആ നാടിനെ പറ്റിയുള്ള സങ്കല്പം നമ്മുടെ ചിന്തകളെയും കർമ്മങ്ങളെയും പ്രചോദിപ്പിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ജാതിമത വർഗവർണ്ണ വിവേചനങ്ങൾ കൂടാതെ നാം ഒന്നാണെന്ന മനസ്സോടെ ഓണമില്ലാത്ത ഒരാൾക്കെങ്കിലും ഓണമാകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഓണാശംസകൾ നേരുന്നു. Once more, thank you. Thank you, Sunil bhai. Okay, വളരെ നല്ലൊരു ടച്ചിങ് ആയിട്ടുള്ള ഒരു ഓണം മെസ്സേജ് ആയിരുന്നു. താങ്ക് യു അരുൺ സാർ ആൻഡ് അടുത്തതായി നമുക്ക് നമ്മുടെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്.
അതിൽ പങ്കെടുക്കാനായിട്ട് വന്നവരെല്ലാം റെഡിയാണെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായി